RCC എന്ന് പറയുമ്പോൾ ഈ കോഡുകൾ പേടിയായിരിക്കും, അങ്ങനെ കുറെ കോളിന്റെ ക്ലോസുകളൊക്കെ പേടിയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ക്ലോസുകളും കോഡുകളും ഒക്കെയാണ് ഞാൻ ആ ചെന്നൈയിലെ ജോലി ചെയ്തതെന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ക്ലോസുകളും കോഡും വെച്ചായിരുന്നു എന്റെ ജീവിതം ഫുൾ. ആ ഒരു സമയത്ത് സാറുമാര് പറയുന്ന എല്ലാ പോയിന്റ്സും ആ ഒരു സമയത്ത് വാല്യൂ തോന്നത്തില്ലെങ്കിലും പഠിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നത്. എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ഈ എക്സാം ഹോളിന്റെ നടുക്കായിരുന്നു. അപ്പം ലൈഫ് സെറ്റിൽഡ് ആവുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വിഷമം സത്യം പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞ ദേഷ്യം അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ടാണ് എടുത്തിരുന്നത് ഈ ഒരു ഇത് പഠിച്ചെടുക്കാൻ. എല്ലാവർക്കും നമസ്കാരം. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾ എല്ലാവരും വളരെയധികം പ്രസ്റ്റീജിയസ് ആയി കൺസിഡർ ചെയ്യുന്ന ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഈയിടെ PSC പബ്ലിഷ് ചെയ്ത PWD ബാർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ 3ാം റാങ്ക് എന്ന വലിയ നേട്ടം കൈവരിച്ച നമ്മുടെ സിവിലിയൻസിന്റെ സ്റ്റുഡന്റ് കൂടിയായ ഗോകുൽ A ഇന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതുവരെ 15 ഷോർട്ട് ലിസ്റ്റുകളിലാണ് ഗോകുൽ ഇടം പിടിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ്, അതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഗോകുലിനെ വിജയത്തിലേക്ക് നയിച്ചത്, ഇതൊക്കെ നമുക്ക് ഗോകുലിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം ഗോകുൽ. താങ്ക് യു. ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചതിൽ. നമുക്ക് എല്ലാവർക്കും അതിൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു റിസൾട്ട് വന്ന സമയത്ത്, ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ 3ാം റാങ്ക് എന്ന ആ റിസൾട്ട് കണ്ടപ്പം എന്തായിരുന്നു ആദ്യം മനസ്സിൽ തോന്നിയ ഒരു കാര്യം? മനസ്സിൽ തോന്നുന്നത് വളരെയധികം സന്തോഷമാണ്. കാരണം ഇതൊരു ലോങ് എഫേർട്ട് ആയിരുന്നു. 2019 തുടങ്ങിയ ഒരു എഫേർട്ട് അവസാനം 2024 ഒരു കൾമിനേഷൻ ഉണ്ടാകുന്നത്. അത് വളരെയധികം സന്തോഷമായിരുന്നു. എനിക്ക് ഞാൻ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു 10 ദിവസം മുന്നേ. അപ്പോൾ കുഞ്ഞ് ജനിച്ചതിന്റെ സന്തോഷവും വീട്ടുകാരെല്ലാവരും ആ സമയത്ത് അടുത്തുണ്ടായിരുന്നു. അവരോടെല്ലാം ഇങ്ങനെ പങ്കിടാൻ പറ്റി. പിന്നെ പ്രത്യേകിച്ച് സിവിലിയൻസിൽ കുറെ ആൾക്കാർ കുറെ അധികം സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു. അവരെ എല്ലാം വിളിച്ചു പറയാനൊക്കെ ഉള്ള ഒരു അവസരമായി. ആക്ച്വലി 3ാം റാങ്ക് എന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെ ഒരു വലിയൊരു കാര്യമാണ്. അതെ അതെ അതെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആസ്പിരൻസിനെല്ലാം ഗോകുലിനെ പറ്റി കൂടുതൽ അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയാണ് ഗോകുൽ, എവിടെയാണ് വീട്, സ്വദേശം എവിടെയാണ്, പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? എൻ്റെ വീട് ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രം കണ്ണമൂലയാണ് എൻ്റെ വീട്. അച്ഛനും അമ്മയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ചേച്ചിയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ്. ഇവിടെ BTech പഠിച്ചത് ക്വിസാറ്റിലാണ്. MTech NIT സുരത്കലിലാണ് പഠിച്ചത്. BTechും MTechും കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ചെറിയൊരു ജോലിക്ക് പോയി. അത് 1 വർഷം ആ കമ്പനിയിൽ നിലനിന്നു. അത് കഴിഞ്ഞിട്ട് ആ ഒരു ജോലി വേണ്ട, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണം എന്നുള്ളൊരു ആഗ്രഹത്തിന് മേൽ ആ ജോലി കഴിഞ്ഞ് 2019 ആ ഒരു ജോലി കഴിഞ്ഞിട്ട് 2019 സിവിലിയൻസിൽ വന്ന് കയറുന്നത്. സിവിലിയൻസിൽ 2019 വന്ന് കയറി 2020 PWD ഇറിഗേഷൻ എക്സാം എഴുതി. ആ 2 എക്സാമിനും റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും PWDക്ക് 150ാമത്തെ റാങ്കും ഇറിഗേഷനിലെ 270ാമത്തെ റാങ്കും ആയിരുന്നു കിട്ടിയത്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ആ 150 270 റാങ്ക് മേടിച്ചിട്ടും അത്ര വലിയ കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലായി. അത് പിന്നെ 2020 കോവിഡായി, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ സംഭവിച്ചു. അതിന് ശേഷമാണ് ഈ 2023 പിന്നെയും PWD എക്സാം വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെയും പഠിച്ചു തുടങ്ങണമെന്ന് 2022 വിചാരിച്ച് അന്ന് തൊട്ട് തുടങ്ങിയ പ്രിപ്പറേഷന്റെ എൻഡിലാണ് ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും ഗ്രാജുവേഷൻ ശേഷം പിന്നെ അധിക നാള് വർക്ക് ചെയ്തില്ല അല്ലെ? മുഴുവനായിട്ടും ഈ ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. 2021 കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിൽ 1 വർഷം 3 മാസവും കൂടെ ജോലി ചെയ്തിരുന്നു. അതും ഒരു കോൺട്രാക്ട് ജോബ് ആയിരുന്നതുകൊണ്ടും ലൈക്ക് പെർമനൻസി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി വേണം എന്നുള്ള ആ ആഗ്രഹം പിന്നെ ഉള്ളത് കൊണ്ടും പെർമനന്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളത് കൊണ്ടും ആണ് പിന്നെ ഇങ്ങനൊരു ചാട്ടത്തിലേക്ക് PWDയിലേക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിലേക്ക് വന്നത്. ശരി. അപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 2019 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, അന്ന് മുതലുള്ള ഒരു യാത്രയാണ്. അതെ, 2019 ഈ ഡയറക്ട് ബാച്ചിൽ കയറുന്നതാണ്. സിവിലിയൻസിന്റെ ഈ ഡയറക്ട് ബാച്ചിൽ കയറിയാണ് എന്റെ ആദ്യത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ശരി.
അപ്പൊ എന്തൊക്കെയായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഫോളോ ചെയ്ത സ്ട്രാറ്റജീസ്? ഇപ്പൊ കുറെ പേര് ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന, നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പൊ എന്തൊക്കെ രീതിയിലുള്ള ട്രിക്സ് അല്ലെങ്കിൽ ടിപ്സ് ഒക്കെയാണ് ഗൂഗിൾ ഫോളോ ചെയ്തത് എന്നൊന്ന് സജസ്റ്റ് ചെയ്യാം. അത് 2019 കാര്യമാണെങ്കിൽ എനിക്ക് അത്രയധികം സമയം കിട്ടിയിരുന്നില്ല. കാരണം 6 മാസം അല്ലെങ്കിൽ 7 മാസം ക്ലാസ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ എക്സാം ആയിരുന്നു. അപ്പം ആ ഒരു സമയത്ത് വളരെയധികം റിവിഷൻ നടത്താനോ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനോ അത്രയൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ 2022 പഠനം പൂർത്തിയാക്കുകയും അടുത്ത ഒരു റാങ്ക് ബൂസ്റ്റർ ബാച്ച്, സിവിലിയൻസ് നൽകിയ റാങ്ക് ബൂസ്റ്റർ ബാച്ച് എന്നെ വളരെയധികം സഹായിച്ച ഒരു ബാച്ചാണത്. റാങ്ക് ബൂസ്റ്റർ ബാച്ചിൽ കയറുകയും അതിലെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുകയും അത് മനസ്സിലാക്കുകയും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാമെന്ന് ഉള്ള ഒരു ഐഡിയ കിട്ടുകയും ചെയ്തു കഴിഞ്ഞ് നമ്മൾ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടും ആ ഒരു പാതയിൽ കൂടെയാണ് പിന്നെ സഞ്ചരിക്കുന്നത്. സിവിലിയൻസ് വളരെയധികം നല്ല എഫേർട്ട് എടുത്ത് തന്നെ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ സിവിലിയൻസ് എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു വാസ്തവമാണ്. നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കും 100 പേരുണ്ടെങ്കിൽ 100 പേരെയും ഈക്വൽ ആയിട്ടാണ് സിവിലിയൻസ് പഠിപ്പിക്കുന്നത്. അപ്പം ആ ഒരു 100 പേരിലെ മേലെ എങ്ങനെ എത്താം എന്നുള്ളൊരു ടാർഗറ്റാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത്. ആ 100 പേരിൽ മേലെ എത്താൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി റാങ്ക് ബൂസ്റ്ററിൽ ചേരുകയായിരുന്നു. റാങ്ക് ബൂസ്റ്ററിൽ ചേർന്നു. പിന്നെ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് SSC JEE പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും IAS പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിനാണെങ്കിലും ഗേറ്റ് എല്ലാ ക്വസ്റ്റ്യൻസും അല്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ തെരഞ്ഞു പിടിച്ച് കഴിഞ്ഞ 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഗേറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുക. അതും എഫേർട്ട് എടുത്ത് നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പം ആ ഒരു എക്സ്ട്രാ നമ്മൾ എത്രമാത്രം പോകുന്നു അവിടെയാണ് നമ്മൾ ബാക്കിയുള്ളവരെക്കാൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറുന്നത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഏതൊക്കെ നമ്മുടെ ടീച്ചർമാർ, ഈ സിവിലിയൻസിലെ ടീച്ചർമാർ തന്നെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം അത് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നത്തില്ല, ഇതൊക്കെ എന്തിനാണ് ഇവർ പറയുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഗൂഗിൾ സാർ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ സാർ എപ്പോഴും ആദ്യം പറയുന്നതാണ് ഹാർഡ് വർക്ക് അല്ല, ഇപ്പൊ സ്മാർട്ട് വർക്കാണ് ഏറ്റവും വലിയ ആവശ്യം. അങ്ങനെ ആദ്യം ഇപ്പൊ ക്ലാസ്സിലൊന്നും കയറാത്ത ഒരാള് ആദ്യമായിട്ട് ഗൂഗിൾ സാർ അങ്ങനെ പറയുമ്പം എന്താണ് ഇത് പറയുന്നത്, എങ്ങനെയാണ് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടത്, എന്താണ് സ്മാർട്ട് വർക്ക് എന്നൊന്നും മനസ്സിലാവില്ല. പഠിച്ച് കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ അറിയുന്നത്. സ്മാർട്ട് വർക്ക് എന്ന് വെച്ചാൽ ഏത് സബ്ജക്ട്സ് എവിടെ ചൂസ് ചെയ്ത് പഠിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും ഓരോ കേപ്പബിലിറ്റി ഉണ്ട്, എല്ലാവർക്കും ഒരേ കേപ്പബിലിറ്റി അല്ല. ആ നമ്മളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കി നമ്മൾക്ക് എന്ത് പഠിക്കാം എന്നുള്ളൊരു വിചാരം അല്ലെങ്കിൽ എന്നുള്ളൊരു നമുക്ക് കിട്ടണം, ആ ഒരു കോൺഫിഡൻസ് കിട്ടണം. ഓക്കെ, എനിക്ക് ഇത്ര പറ്റുവാണെങ്കിൽ അത് ആ ഒരു ഇത്രയും പറ്റുന്നതിൽ മാക്സിമം കോൺസെൻട്രേറ്റ്, അത് റിവിഷൻ ആണെങ്കിലും ഇത്രയും എന്ന് പറയുന്നതിലെ ക്വസ്റ്റ്യൻസ്, ഇത്രയും സബ്ജക്ട്സിലെ ക്വസ്റ്റ്യൻസ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഫാക്ടറാണ് അവിടെ വരുന്നത്. സ്മാർട്ട് വർക്കിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എക്സാം ഹോൾ AE പരീക്ഷയാണെങ്കിൽ, കേരള PSC AE പരീക്ഷയാണെങ്കിൽ കാൽക്കുലേറ്റേഴ്സ് ഇല്ല. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് അവസാനം വരെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ കണക്ക് കൈകൊണ്ട് തന്നെ ചെയ്യുക. അത് നമ്മൾ എസ്പെഷ്യലി സിവിൽ എഞ്ചിനീയേഴ്സ് യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റേഴ്സ് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് 2019 പറ്റിയ എൻ്റെ ഒരു തെറ്റാണ്. കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിച്ചാണ് ഞാൻ അത് ചെയ്തത്. അത് 2022 ഞാൻ മാറ്റുകയേ ചെയ്തു. 2022-23 ട്രൈ ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാൽക്കുലേറ്റേഴ്സ് എല്ലാം മാറ്റി വെച്ച് കണക്ക് കൈകൊണ്ട് തന്നെ ചെയ്തു. അത് സത്യം പറഞ്ഞാൽ ആനന്ദ് സാർ പറഞ്ഞൊരു വലിയൊരു ഫാക്ടറാണ്. എത്രമാത്രം നിങ്ങൾ ചെയ്യുന്നോ, കണക്ക് ചെയ്യുന്നോ, അത്രമാത്രം നിങ്ങൾക്ക് ഈസിയാവും. അതും വളരെയധികം ഈ സാറുമാർ പറയുന്ന എല്ലാ പോയിന്റ്സും ആ ഒരു സമയത്ത് വാല്യൂ തോന്നത്തില്ലെങ്കിലും പഠിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഇതാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നത്. അതൊക്കെ വലിയൊരു സഹായമായിരുന്നു. അതുകൂടാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് സിവിലിയൻസിന്റെ മോഡൽ ടെസ്റ്റ് അല്ലെങ്കിൽ സിവിലിയൻസിന്റെ ടെസ്റ്റ് സീരീസ്, ഇത് ഞാൻ SSC JEE ക്വസ്റ്റ്യൻസ് ചെയ്തു, IAS ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇത് കൂടാതെ തന്നെ സിവിലിയൻസ് തരുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും വലിയ എഫേർട്ട് നമ്മൾ എടുക്കേണ്ടത്, പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പഠിച്ചു കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു അന്താളിപ്പ് പോലെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ ക്വസ്റ്റ്യൻസ് എത്രമാത്രം കളക്ട് ചെയ്യാൻ പറ്റുമോ അത് ഫുള്ള് കളക്ട് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുക. സിവിലിയൻസിന്റെ ഞാൻ ചെയ്തൊരു തെറ്റാണിത്. ഈ 2019 ആ ഒരു
പെട്ടെന്നായിരുന്നല്ലോ പരീക്ഷയും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പരീക്ഷ പെട്ടെന്നായിരുന്നുകൊണ്ട് കുറെ മോഡൽ ടെസ്റ്റ് ഒക്കെ സ്കിപ്പാക്കി. ഞാൻ വിചാരിച്ചു റിവിഷൻ ചെയ്യാം, റിവിഷൻ ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മോഡൽ ടെസ്റ്റ് ചെയ്യാം, അതിന് എനിക്ക് സമയം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ മോഡൽ ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് പിന്നെയാണ് അറിഞ്ഞത്. കറക്റ്റ് 90 മിനിറ്റ്സ്, ആ 90 മിനിറ്റ്സിനകത്ത് ഇത് ചെയ്യാൻ പറ്റുമോ എനിക്ക്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ലീവ് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എവിടെയാണ് ഞാൻ പഠിച്ചിട്ടില്ലാത്തത്, എവിടെയാണ് ഞാൻ ഒത്തിരി പഠിച്ചിട്ടുള്ളത്, ഈ പോയിന്റ്സ് എല്ലാം ഗ്യാദർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം. കാരണം പഠിച്ച കാര്യം തന്നെ പിന്നെയും പഠിച്ച് നമ്മളുടെ സമയം കളയേണ്ട ആവശ്യമില്ല, അത് മാറ്റാം. പഠിക്കാത്തത് എവിടെ, ഏത് പോർഷനാണ് പഠിക്കാത്തത്, അത് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം. അപ്പം മോഡൽ ടെസ്റ്റ് പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു തരത്തിലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഗ്യാദർ ചെയ്യുകയും ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആക്ച്വലി ഞാൻ ചെയ്തത് എഴുതി വെക്കുക എന്നാണ്. ആ പ്രത്യേക ക്വസ്റ്റ്യൻസ് ഓരോ നമ്പർ ഇട്ട് എനിക്ക് ഒരു തരത്തിലും കിട്ടാത്ത അല്ലെങ്കിൽ എങ്ങും കണ്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എഴുതി വെച്ച് അതിന്റെ ആൻസർ എഴുതി വെച്ച് പിന്നെ ഞാൻ റിവൈസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആയിരുന്നു റിവൈസ് ചെയ്യുന്നത് 2023 എന്ന കാലഘട്ടത്തിൽ. അങ്ങനെ 2019 2023 തമ്മിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അതിന്റെ വ്യത്യാസം ഈ റിവിഷനും എത്രമാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതെ. എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് എന്തെങ്കിലും പറ്റിയിരുന്നു ഈ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സാമിന്റെ സമയത്ത് എപ്പോഴെങ്കിലും പറ്റിപ്പോയ ഒരു മിസ്റ്റേക്ക് പിന്നെ അത് കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോയ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതെ, ഇഷ്ടം പോലെയാണ്. മിസ്റ്റേക്സ് കുറെ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2019 ഉണ്ടാക്കിയ കുറെ മിസ്റ്റേക്സ് 2023 ഞാനത് മാറ്റിയത്. അതല്ലാതെ എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയത് ഈ എക്സാം ഹോളിന്റെ നടുക്കായിരുന്നു. അത് ഒരു പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ആ പരീക്ഷ ഞാൻ നടുക്കത്തെ പേജ് വെച്ച് തുടർന്നു. എന്ന് വെച്ചാൽ 50ാമത്തെ ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യാമെന്ന് ഓർത്തു. 50ാമത്തെ ക്വസ്റ്റ്യൻ തുടങ്ങി എഴുതി. അത് എഴുതി 100 വരെ എത്തി. പിന്നെ ഫസ്റ്റ് പേജിൽ പിന്നെ പോയി. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നടുക്കത്തെ ഒരു പേജ് എനിക്ക് മിസ്സായിപ്പോയി. ഈ പേജ് മറിച്ച് കളിച്ചോണ്ടിരുന്ന സമയത്ത് നടുക്കത്തെ പേജ് മിസ്സായി. ആ നടുക്കത്തെ പേജിൽ നിന്ന് എനിക്കൊരു 17 മാർക്ക് കിട്ടാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ചോദ്യങ്ങൾ കണ്ടിൽപ്പെട്ടേ ഇല്ല. അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അത് അന്ന് പഠിച്ച ഒരു പാഠമാണ്. ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാനുള്ള സമയം അല്ല എക്സാം ഒന്നും. അത് നമുക്ക് വളരെ എന്താ പറയുന്നേ, നമുക്ക് ആ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ലീവ് ചെയ്യുക. അറിയാത്ത ക്വസ്റ്റ്യൻ എല്ലാം ലീവ് ചെയ്യുക, പക്ഷെ സീരിയൽ നമ്പർ വെച്ച് തന്നെ പോവുക. അങ്ങനെ ഒരു എഫേർട്ടായിരുന്നു എടുക്കേണ്ടിയിരുന്നതെന്ന് ആ ഒരു മിസ്റ്റേക്ക് കൂടെ മനസ്സിലായി. പിന്നെ വേറെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. ഈ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇനി എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ പഠിത്തം നിർത്തുള്ളൂ എന്ന് പറയുന്നത്. മൈൻഡ് റിഫ്രഷ്ഡ് ആക്കാതെ നോക്കുക. മൈൻഡ് എപ്പോഴും റിഫ്രഷ്ഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അത് ഞാൻ പറയുന്നത് എന്താ, ഒരു ആഴ്ച കിട്ടിയാൽ അതിനകത്ത് 4 ദിവസം പുറത്തു പോയി കളിക്കുക, 3 ദിവസം പഠിക്കുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് ആ ഒരാഴ്ച കിട്ടുവാണെങ്കിൽ ആ ഒരാഴ്ചയിലെ ഒരു ദിവസത്തിലെ ഒരു 3-4 മണിക്കൂർ അല്ലെ ആ ഒരു 3-4 മണിക്കൂർ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ മൈൻഡ് റിഫ്രഷ്ഡ് ആക്കാൻ നോക്കുക. അത് സിനിമ കണ്ടിട്ടാണ്, അത് നിങ്ങളുടെ ഹോബി എന്താണോ, അത് സിനിമ കണ്ടിട്ടാണെങ്കിലും പാട്ട് കേട്ടിട്ടാണെങ്കിലും മൈൻഡ് മാക്സിമം റിഫ്രഷ്ഡ് ആക്കുക. ഉറങ്ങുക നല്ലപോലെ. ഇതൊക്കെ വളരെ എന്താ പറയുന്നത് മൈന്യൂട്ട് കാര്യങ്ങളാണ്. പക്ഷെ പരീക്ഷാ സമയത്ത് ഇതൊക്കെ വളരെ അധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ആക്ച്വലി ഈ എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഫേവറേറ്റ് സബ്ജക്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു, ഇഷ്ടത്തോടു കൂടെ പഠിച്ചത്? അല്ലെങ്കിൽ ഇപ്പം ചിലപ്പോൾ ചില സബ്ജക്റ്റുകൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായത്? എംടെക് സ്ട്രക്ചറിൽ പഠിച്ചത് കൊണ്ട് RCC ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. RCC ആണ് വളരെ റെയർ ആയിട്ടാണ് കുട്ടികൾ അങ്ങനെ ഒരു ഓപ്ഷൻ പറയാറ്. അതെ, RCC എന്ന് പറയുമ്പോൾ ഈ കോഡുകൾ പേടിയായിരിക്കും, അങ്ങനെ കുറെ കോഡിലെ ക്ലോസുകളൊക്കെ പേടിയായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ക്ലോസുകളും കോഡുകളും ഒക്കെയാണ്. ഞാൻ ആ ചെന്നൈയിലെ ജോലി ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു ക്ലോസുകളും കോഡും വെച്ചായിരുന്നു എൻ്റെ ജീവിതം ഫുൾ. ആ ഒരു സമയത്ത് ഞാൻ എഫേർട്ട് എടുത്തിരുന്നത് ഇറിഗേഷൻ ആയിരുന്നു. കാരണം ഇറിഗേഷൻ എനിക്ക് തീരെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു. എസ്പെഷ്യലി ഇറിഗേഷന്റെ ആദ്യത്തെ ചാപ്റ്റേഴ്സിലൊക്കെ വളരെയധികം കാണാതെ പഠിക്കണ്ട്. ഇപ്പം ഫറോ ഇറിഗേഷൻ, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഉണ്ടല്ലോ. അതെനിക്ക് ഒരു രീതിയിൽ പറ്റാത്ത, ഞാൻ ഗേറ്റ് കോച്ചിങ്ങിന് ഹൈദരാബാദ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പോലും എനിക്ക് കിട്ടാത്തൊരു കാര്യമാണ് ജീവാ മിസ് വന്നപ്പം
ഒരു ദേവതയെ പോലെ വന്നതുപോലെയാണ്. കാരണം അത്ര നല്ലപോലെ ജിയോ മിസ്സിന്റെ ആ പഠിത്തത്തിന്റെ രീതി തന്നെ എന്റെ പഠിത്തത്തിന്റെ രീതി മാറ്റുമായിരുന്നു. ജിയോ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിച്ചിട്ടേ വിടുള്ളൂ. അതും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ആ ഒരു മെത്തേഡ് മാത്രമല്ല, ജിയോ മിസ്സിന്റെ ആ ഒരു ടീച്ചിങ് സ്റ്റൈലും വളരെയധികം എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ഇറിഗേഷനെ എനിക്ക് ഇഷ്ടപ്പെടാൻ വളരെയധികം സഹായിച്ച ഒരു ടീച്ചറാണ്. പിന്നെ സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ നമുക്ക് എ എന്ന സിലബസ് 18 സബ്ജക്റ്റ് ഉള്ള സിലബസ് 12 എണ്ണം കോർ സബ്ജക്റ്റ്, 6 എണ്ണം കോർ അല്ലാത്ത സബ്ജക്ട്സുമാണ്. അപ്പം ഈ 6 എണ്ണം കംപ്ലീറ്റ്ലി ലീവ് ചെയ്യുക അല്ലായിരുന്നു ഞാൻ ചെയ്തത്. 6 എണ്ണത്തില് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒഴിച്ച ബാക്കിയുള്ള 4 സബ്ജക്റ്റും ഞാൻ 2-3 തവണ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എസ്റ്റിമേഷൻ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. PWD എക്സാംസിന് എസ്റ്റിമേഷൻ ഒക്കെ ഇഷ്ടം പോലെ ചോദിക്കാം. അപ്പം എസ്റ്റിമേഷൻ ഒന്നും അങ്ങനെ അർബൻ പ്ലാനിങ്, അതുപോലെ ബൈലോസ്, അതൊക്കെ PWDക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നത്. അത് ആരും കുറ്റപ്പെടുത്താനും പോകുന്നില്ല എത്ര മാത്രം ചോദിച്ചാൽ. ഇപ്പൊ 10 മാർക്കിന് അത് ചോദിച്ചാലും ഒരു പ്രശ്നമില്ല. കാരണം PWDക്ക് വളരെ എസെൻഷ്യൽ ആയിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് തന്നെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ചോദിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പൊ അതൊക്കെ പഠിച്ചേ പറ്റുള്ളൂ. ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഒഴിവാക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എന്റെ ഒരു വേ ഓഫ് തിങ്കിങ് എന്ന് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അത്രമാത്രം പഠിക്കാനുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഈ മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒത്തിരി പഠിച്ചാൽ എന്നെ അത് പുറകോട്ട് വലിക്കുന്നത് പോലെയായിരുന്നു എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നോക്കി ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനും. അതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് ഞാൻ തന്നെ അനലൈസ് ചെയ്തു. ഞാൻ തന്നെ അനലൈസ് ചെയ്തിട്ട് അത് ബ്രിക്ക്, ടിമ്പർ, പെയിന്റ്സ് ആൻഡ് വാർണിഷസ് ഇതൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ സബ്ജക്ട്സ് മാത്രമാണ് ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് പഠിച്ചത്. ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് മൊത്തം പഠിച്ചു എന്ന് അവകാശപ്പെടുന്നില്ല. അതിന് വേറൊരു കാര്യം, അതിന് പക്ഷേ ഒരു ഡിഫക്റ്റും ഉണ്ടായിരുന്നു. ഓവർസിയർ പരീക്ഷയ്ക്ക് ഈ പറയുന്ന 15 എണ്ണം കിട്ടി. പക്ഷേ ഓവർസിയർ പരീക്ഷയ്ക്ക് ഒന്നും എനിക്ക് 3-ാം റാങ്കോ അല്ലെങ്കിൽ ഡിജിറ്റ് റാങ്കോ ഒന്നും കിട്ടിയില്ല. അതൊക്കെ എനിക്ക് 60-ഉം 70-ാമത്തെ റാങ്കോ ആണ് ഓവർസിയർ പരീക്ഷയ്ക്ക് കിട്ടിയത്. ആ ഒരു ഡിഫക്റ്റ് കാരണം മാത്രമാണ് ഞാൻ ഈ 60-70 റാങ്കിലോട്ട് പോയത്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഫുൾ പഠിക്കാത്തതുകൊണ്ട്. പക്ഷേ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് അത്രയും പഠിച്ചു. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഞാൻ ഒത്തിരി വിടാൻ നോക്കിയില്ല. കാരണം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒത്തിരി അത്രമാത്രം പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി സുജി സാറ് ആ ഒരു പടം വരച്ച്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിനകത്ത് നമ്മുടെ ഈ റൂഫിന്റെ ഒക്കെ ഈ വീഡിയോ വളരെ വളരെ നല്ല ആനിമേഷനോടെ കാണാൻ പറ്റുന്ന കാര്യമാണ്. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം, ഓക്കെ ഇതാണ് പാർട്സ്. പിന്നെ നമ്മുടെ ആ ഒരു പിക്ചർ കിട്ടിയാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് പിന്നെ പോകത്തേ ഇല്ല. അങ്ങനെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഞാൻ ആവശ്യത്തിൽ പഠിച്ചു. ബിൽഡിംഗ് മെറ്റീരിയൽസ് ഞാൻ റെസ്ട്രിക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പരീക്ഷയ്ക്ക് പോയത്. പരീക്ഷയ്ക്ക് അത് നല്ലതായിരുന്നു. പക്ഷെ ഞാനത് ഒത്തിരി റെക്കമെൻഡ് ചെയ്യും. ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി അത്യാവശ്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ റെക്കമെൻഡ് ചെയ്യും. പക്ഷെ അങ്ങനെയും പഠിക്കരുത്. ഓൾവേസ് ഓവർസിയറും നോക്കണം, നോക്കണം. നിങ്ങൾ എയുടെ കോർ സബ്ജക്ട്സ് മാക്സിമം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു 4 അല്ലെങ്കിൽ 2-3-4 മാസം ഇനിയും കിടപ്പുണ്ടെങ്കിൽ ഓവർസിയർ എന്തായാലും പഠിക്കണം. കാരണം നിങ്ങൾക്ക് എവിടെ ജോലി കിട്ടിയാലും അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഓവർസിയറിൽ ജോലി കയറിയിട്ട് പിന്നെ എയ്ക്ക് പഠിച്ചു വിടാന്നില്ല. നിങ്ങൾ പഠിച്ചു വെച്ചേക്കാണല്ലോ, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം ഇതാണ് ഈ സബ്ജക്ട്സ് ഒഴിവാക്കുന്നത് വളരെ കെയർഫുൾ ആയിട്ട് വേണം. അത് നമ്മൾക്ക് വലിയൊരു അബദ്ധമായിട്ട് അവസാനം വരും. കോർ സബ്ജക്ട്സ് ഒന്നും ഒരിക്കലും കളയരുത്. ഓവർസിയറിന്റെ കാര്യമല്ല പറയുന്നത്, എയുടെ കാര്യം. അപ്പം എയുടെ ഒരു കോർ സബ്ജക്റ്റും കളയല്. ഓവർസിയർ ആണെങ്കിൽ ഈ പറയുന്ന എല്ലാ അല്ലാത്ത സബ്ജക്ട്സ് എല്ലാം പഠിക്കണം. അതല്ലാതെ ഓവർസിയർ ഈ സിവിലിയൻസിന്റെ അദ്വൈതൊക്കെ എന്റെ കൂടെ റാങ്ക് ബൂസ്റ്റർ ബാച്ച് 100 മാർക്ക് മേടിച്ച അദ്വൈതൊക്കെ ഇപ്പൊ അങ്ങനത്തെ ഇനിയും കുട്ടികൾ ഇനിയും വരത്തേ ഉള്ളൂ. അത്രമാത്രം ടാലന്റഡ് ആയ, അത്രമാത്രം പഠിക്കുന്ന ആൾക്കാരാണ് ഇപ്പോ സിവിലിയൻസിൽ മാത്രമല്ല കേരളം അത്ര കോമ്പറ്റീഷൻ ഉണ്ട്. സോ ഓവർസിയർ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിടരുത്. അല്ലാത്തയാണെങ്കിൽ നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് നിങ്ങൾ സ്വയം അസസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ റെഫറൻസ് മെറ്റീരിയൽസ് എങ്ങനെയുള്ളതൊക്കെയായിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്? അതെ, റെഫറൻസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സിവിലിയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിവിലിയൻസിനെ MCQയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പം അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ റെഫറൻസ് മെറ്റീരിയൽ, ഇപ്പം നമ്മൾ PDF ഡൗൺലോഡ് ചെയ്യണമല്ലോ, ബുക്ക് ഡൗൺലോഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്റെ കയ്യിൽ ബുക്കുകളുണ്ട്. സിവിലിയൻസിന്റെ മറ്റേ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മേടിച്ച പുസ്തകങ്ങൾ ഇപ്പോഴും ഉണ്ടായിരുന്നില്ല.
അപ്പൊ എന്തെങ്കിലും അറിയാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ ആ ബുക്ക് റെഫർ ചെയ്യുക. അത് ഞാൻ പറയുന്നത് ആ ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറക്കാൻ അതിനുള്ള സമയമില്ല നമുക്ക്. എന്തെങ്കിലും ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ മാത്രം ആ ഒരു ടോപ്പിക്കിൽ പോയി ആ ഒരു കാര്യം മാത്രം ബുക്കിൽ ചിലപ്പോൾ ഇച്ചിരൂടെ നല്ല എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും, അത് മാത്രം വായിക്കുക. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ വെച്ചിട്ട് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെലിഗ്രാം, സിവിലിയൻസിന്റെ ടെലിഗ്രാം ഗ്രൂപ്പ് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻസ് ഗ്യാദർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം റെഫറൻസ് ആയിട്ട് ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ് ക്വസ്റ്റ്യൻസ് ഗ്യാദർ ചെയ്യുന്നത്. കാരണം ആ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻസ് കാണും കുട്ടികൾ ഇട്ടേക്കുന്നത്. ആ 15 ക്വസ്റ്റ്യൻസ് എങ്ങും ഇല്ലാത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും മിക്കതും വരുന്നത്. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ഗ്യാദർ ചെയ്ത് ഈ പറയുന്ന യൂണിവേഴ്സിറ്റി ബുക്സ് നോക്കാം, അല്ലെങ്കിൽ സിവിലിയൻസിലെ സാറന്മാരോട് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കാം. ചിലപ്പോൾ അവർ തന്നെ നോക്കിക്കാണും, പക്ഷെ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കുന്നതിന് തെറ്റില്ല. ആ ഗൂഗിൾ നോക്കുക. അങ്ങനെ നമുക്ക് ചിലപ്പോൾ 10 ഒരു 5 അല്ലെങ്കിൽ ഒരു 6 ക്വസ്റ്റ്യൻസേ കിട്ടുള്ളായിരിക്കും. അത്രേ പറ്റുള്ളൂ. കാരണം സിവിലിയൻസിൽ പഠിച്ച കുട്ടികൾ തന്നെ ഇടുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. അവർക്ക് ഒട്ടും അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ ഈ 6 ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ ഷോർട്ട് നോട്ട്സിൽ പിന്നെ എഴുതി വെക്കും, സച്ച് ദാറ്റ് എനിക്ക് ഷോർട്ട് നോട്ട്സ് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ടെലിഗ്രാം സിവിലിയൻസ് ഗ്രൂപ്പ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഈ നമ്മുടെ ഈ ഒരു തയ്യാറെടുപ്പിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു കാലയളവിലേക്കുള്ളതല്ല അല്ലെ? തീർച്ചയായിട്ടും വലിയൊരു ലോങ് ജേർണിയാണ്. അപ്പൊ പലപ്പോഴും കുട്ടികൾക്ക് ഇപ്പൊ ഈ ഒരു വലിയൊരു യാത്രയാവുന്ന സമയത്ത് അവർക്ക് ചില സമയത്തൊക്കെ ചിലപ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ടൊക്കെ തോന്നിയെന്ന് വരാം. പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ ജോലി ചെയ്യുന്നത് അവർ കാണുന്നുണ്ടാവും. അപ്പൊ അവരിപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു ഡിമോട്ടിവേഷൻ പെട്ടെന്ന് തോന്നുമ്പോൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്ത് വീണ്ടും ട്രാക്കിലോട്ട് വരാനാണ് ഗോകുലിന്? അതെ, ഡിമോട്ടിവേഷൻ ആവശ്യത്തിലധികം എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ക്യുസാറ്റില് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. NIT-ലാണെങ്കിൽ 9 പോയിന്റർ ആയിരുന്നു. കൂട്ടുകാർക്കൊക്കെ ജോലി കിട്ടി. പക്ഷെ ആ സമയത്ത് ഞാൻ പോയത് ആദ്യം സ്റ്റാർട്ടപ്പിൽ വളരെയധികം ഇൻഫർമേഷൻ കിട്ടി, പഠിച്ചു. പക്ഷെ അത് ലോ പേയിങ് ജോബ് ആയിരുന്നു, അത് വിട്ടു. പിന്നെ ഈ ഒരു PWD ഇറിഗേഷന് വേണ്ടി പഠിച്ചു. അത് റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും അത് കിട്ടിയില്ല. വേറൊരു ജോലി പോയത് അത് കോൺട്രാക്ട് ജോബായിരുന്നു. അപ്പം ലൈഫ് സെറ്റിൽഡ് ആവുന്നില്ല എന്നുള്ളൊരു ഒരു വിഷമം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു വിഷമം സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ദേഷ്യം അല്ലെങ്കിൽ ഒരു പ്രചോദനമായിട്ടാണ് എടുത്തിരുന്നത്. ഈ ഒരു ഇത് പഠിച്ചെടുക്കാൻ എന്തായാലും എനിക്ക് ആ ഒരു സമയത്ത് PWD കിട്ടിയില്ല, അതുകൊണ്ട് ഈ തവണ എന്തായാലും കിട്ടണം എന്നുള്ളൊരു വാശിയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. എല്ലാവരും ഒന്നല്ല എന്ന് ഞാൻ പിന്നെയും പറയുന്നു. കാരണം ചിലവർക്ക് വളരെ സിമ്പിളായിട്ട് ഇത് കിട്ടും, വളരെ സിമ്പിളായിട്ട് ഡിജിറ്റ് റാങ്ക് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടും. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല എന്ന് സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ കേപ്പബിലിറ്റി നിങ്ങൾ എപ്പോഴും അസസ് ചെയ്യുക. കേപ്പബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് വർഷം കൂടുമ്പോഴാണ്, കൺസിസ്റ്റൻസി വെച്ചിട്ടാണ്. കാരണം എത്രമാത്രം നിങ്ങൾ ആ ഫ്ലോയിൽ നിൽക്കുന്നു, ഫ്ലോയിൽ നിന്നാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. അതിപ്പം 3 വർഷമാണെങ്കിലും 4 വർഷമാണെങ്കിലും നിങ്ങൾക്ക് ആ ഫ്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഡിമോട്ടിവേഷൻ ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യല്. അത് നിങ്ങൾക്കുള്ള വാശി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ടൂളായിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ. തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷനൊക്കെ ആദ്യമായിട്ട് ഇപ്പൊ തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാറുന്നത് അല്ലെ? അപ്പൊ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു സിവിലിയൻസ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിൽ വന്നിട്ടുള്ള കോച്ചിങ് ഏതൊക്കെ രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്? എല്ലാ രീതിയിലും സിവിലിയൻസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെ ഈസി ആക്കാം, എങ്ങനെ ഒരു സബ്ജക്റ്റിനെ ഈസി ആക്കാം, വളരെ ചെറിയ മൈന്യൂട്ട് ബിറ്റ്സ് ആയിട്ട് നമുക്ക് എങ്ങനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ആ ഒരു എന്താ പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു എന്താ പറയുന്നത് ടീച്ചേഴ്സിന്റെ ഓരോ സംഭാഷണം അല്ലെങ്കിൽ ഓരോ ടിപ്പ് ബിറ്റ്സ് കിട്ടുമ്പോൾ നമ്മളത് എഴുതി വെച്ചിട്ട് നമുക്ക് അത് പിന്നെയും റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏറെയാണ്. കാരണം ഇങ്ങനെയാണ് പോകേണ്ടത്. നമുക്ക് ഈ ഒരു രീതിയിൽ ലേൺ ചെയ്താലേ നമുക്ക് എന്താ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സിവിലിയൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സിവിലിയൻസിന്റെ ടീച്ചർമാർക്കെല്ലാം എവിടെ സിലബസ് തുടങ്ങണം, എവിടെ സിലബസ് എൻഡ് ചെയ്യണം എന്ന് കറക്റ്റായിട്ട് അറിയാം. സിലബസ് നമുക്ക് മനസ്സിലാകുന്നത് തന്നെ 50% ഓഫ് അവർ ജോബ് ഇസ് ഡൺ. ആ ഒരു സിലബസ് മനസ്സിലാക്കിയാൽ. കാരണം സിലബസിനെ വെളിയിൽ നിന്ന് ആവശ്യത്തിലേറെ പഠിച്ചിട്ട് ആ പഠിച്ച സമയമെല്ലാം വേസ്റ്റ് ആക്കുന്നതിൽ ഒരു കാര്യമില്ല.
ഈ 50% ഉള്ള ആ ഒരു കാര്യം 80% എങ്ങനെ ആക്കുക എന്ന് പറയുന്നത് സിവിലിയൻസിന്റെ ടീച്ചർമാരുടെ ഗുണമാണ്. ആ സിവിലിയൻസിന്റെ ടീച്ചർമാർ പറയുന്ന എല്ലാ കാര്യവും അത് മൈന്യൂട്ട് ആയിക്കോട്ടെ, ആ ഒരു എന്താ പറയുന്നത് ഷോർട്ട് കട്ട്സ് ഇപ്പം പല രീതിയിലാവും. ഇപ്പം യൂട്യൂബിൽ വരെ ഷോർട്ട് കട്ട്സ് പലതും ഉണ്ട് സിവിലിയൻസിന്റെ. ആ ഷോർട്ട് കട്ട്സ് മനസ്സിലാക്കി ആ ഷോർട്ട് കട്ട്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഷോർട്ട് കട്ട്സ് വെച്ചിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ആ ഷോർട്ട് കട്ട്സ് മാത്രമല്ലാതെ നമുക്ക് ഈ ഒരു ന്യൂമറിക്കൽസ് പ്രോബ്ലം ആണെങ്കിൽ സിവിലിയൻസ് പറയുന്ന ഒരു കാര്യമാണ്, പ്രോബ്ലംസ് ആദ്യമേ ഒരിക്കലും ചെയ്യരുത്. ക്വസ്റ്റ്യൻസിൽ എക്സാം ടൈമിൽ വരുമ്പോൾ പ്രോബ്ലംസ് ആദ്യം ഒരിക്കലും ചെയ്യരുത്. പ്രോബ്ലംസ് ഏറ്റവും അവസാനം ചെയ്യുക, കാരണം ടൈം എടുക്കുന്ന സംഭവമാണ്. അപ്പം പ്രോബ്ലംസ് പിന്നെ ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ വെച്ചാൽ നമുക്ക് ആ 100 ക്വസ്റ്റ്യൻ അല്ലെ 1 മാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. പ്രോബ്ലംസിന് ആവശ്യത്തിനധികം സമയം കിട്ടും. അത് ഞാൻ ചെയ്ത മെത്തേഡാണ്. കാരണം 100 ക്വസ്റ്റ്യൻ്റെ ആദ്യ പ്രോബ്ലംസ് എല്ലാം ഒഴിവാക്കും. 100 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയാൽ അപ്പോഴത്തേക്ക് എനിക്കൊരു 40 മിനിറ്റേ പോയി കാണുള്ളൂ. ബാക്കി 20-30 മിനിറ്റൊക്കെ എനിക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ടായിരിക്കും. അതൊക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ സിവിലിയൻസ് തന്നെ ഗൈഡൻസ് എന്നത് ഈ ടോക്ക് വിത്ത് ടോപ്പർ സെഷൻ ഉണ്ടായിരുന്നത്, അതൊക്കെ വളരെ എഫക്റ്റീവാണ്. നിതിൻ സാറൊക്കെ പറഞ്ഞ എങ്ങനെയാണ് നിതിൻ സാറ് പരീക്ഷ എഴുതിയത്, അതൊക്കെ എന്ന് പറയുന്നത് ഒരു ജീനിയസ് മൈൻഡിന്റെ ഒരു എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്, അതൊക്കെ വളരെ എസെൻഷ്യൽ ആണ്. കാരണം നിതിൻ സാറൊക്കെ നിതിൻ സാറും ഒക്കെ എക്സ്ട്രീം ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരൊക്കെ എങ്ങനെയാണ് ക്രാക്ക് ചെയ്തതെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാതയിൽ പിന്തുടരാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. വളരെ നമുക്ക് എന്താ പറയുന്നത്, ആ ഗൈഡൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ ആ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് അതുപോലെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു സപ്പോർട്ട് ഏത് രീതിയിലായിരുന്നു? ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയും കയ്യിൽ നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. 2018 ഈ സ്റ്റാർട്ടപ്പിൽ കയറുമ്പോഴും ചെന്നൈയിൽ പോകുമ്പോഴും ഒക്കെ അവർ പറഞ്ഞു കുഴപ്പമില്ല, സ്റ്റാർട്ടപ്പിൽ പൊക്കോളൂ, പഠിക്കാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടപ്പ് 1 വർഷം കഴിഞ്ഞപ്പോൾ പൈസയുടെ എനിക്ക് സാലറിയുടെ ഒരു ഇൻക്രീസ് ഇല്ലാത്തത് കൊണ്ട് വേണമെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വേറൊരു പ്രൈവറ്റ് ജോലിയിൽ ജമ്പ് ചെയ്താൽ കൂടുതൽ സാലറി കിട്ടും, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ നോക്കാം, ട്രൈ ചെയ്യാം, കിട്ടും എന്ന് അവർക്ക് ഉറപ്പുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്താൽ മതി എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു സപ്പോർട്ടാണ്. 2019 എന്നിട്ട് പരീക്ഷ എഴുതി. ആ പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നെങ്കിലും കിട്ടിയില്ല. കിട്ടാത്തപ്പോഴും അവരൊരിക്കലും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, ട്രൈ ചെയ്യുന്നവർക്കേ കിട്ടുള്ളൂ, അല്ലാതെ ഇത് ഡ്രോപ്പ് ചെയ്ത് പോയാൽ അങ്ങനെ ശരിയാവില്ല, മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ 2022 ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ജോലി ചെയ്ത് പിന്നെയും എക്സാംസ് ഒക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ജോലി കളഞ്ഞോളൂ, ജോലി കളഞ്ഞ് പരീക്ഷയ്ക്ക് പഠിച്ചാൽ നിനക്ക് കിട്ടും, സാലറിയെ പറ്റി ഒന്നും വേവലാതിപ്പെടേണ്ട, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് സപ്പോർട്ട് ചെയ്തത്. ചേച്ചിയാണെങ്കിലും അതുപോലെ തന്നെ നീ ബ്രില്യൻ്റ് ആണ്, നിന്നെക്കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു പോസിറ്റീവ് വാക്കുകളൊക്കെ വളരെയധികം ഇൻസ്പിറേഷനിലായിരുന്നു. വൈഫാണെങ്കിലും ഇപ്പം ഒരു ഭർത്താവിന് ജോലിയില്ല, ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അത് പഴയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഒന്നും വിചാരിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെ അവളൊക്കെ ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്തു. അവൾ പറഞ്ഞു അവൾക്കുള്ള സാലറി തൽക്കാലം മതി, അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അവളുടെ പേരൻസ് ആണെങ്കിലും വളരെയധികം സഹായം ചെയ്തു. കാരണം എന്റെ റാങ്ക് ബൂസ്റ്റർ ക്ലാസ് ഒക്കെ സത്യം പറഞ്ഞാല് അവിടെ വെച്ചായിരുന്നു. അവള് പ്രഗ്നന്റ് ആയ ശേഷമാണ്. അപ്പം റാങ്ക് ബൂസ്റ്റർ ക്ലാസ് ഒക്കെ അവിടെ വെച്ചിട്ടായിരുന്നു എല്ലാം നടന്നിരുന്നത്. അപ്പം അതൊക്കെ എന്താ പറയുന്ന ഓരോ ആൾക്കാർ ചെയ്ത നമുക്ക് സപ്പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ KSDM അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ്, അങ്ങനത്തെ ഒരു ടീം കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം പോലെയാണ്. ഞാനിപ്പോ ഈ 3rd റാങ്ക് കിട്ടിയത് പറയുന്നത് എന്റെ ഒരാളുടെ എഫേർട്ട് കൊണ്ട് ഒരിക്കലും അല്ല. ഇത്രയും പേര് മോട്ടിവേറ്റ് ചെയ്തതിന്, ഇത്രയും പേര് ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് അവര് തന്നെ കണ്ടുപിടിച്ച് അവര് തന്നെ ആ പോസിറ്റീവ് ഔട്ട്ലുക്കിൽ നിൽക്കുകയും അവര് സാധാരണ സഹായങ്ങളിൽ കൂടെയാണ് എനിക്ക് ഈ ഒരു 3rd റാങ്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, പോസിറ്റീവ് എൻവയോൺമെന്റിൽ മാക്സിമം കുട്ടികൾ ഇരിക്കാൻ നോക്കുക. ആ പോസിറ്റീവ് എൻവയോൺമെന്റ് എപ്പോഴും നിങ്ങളെ സഹായിക്കും. അപ്പോൾ അവസാനമായിട്ട് ഒരിക്കൽ കൂടി നമ്മുടെ ഇപ്പൊ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആസ്പിറൻസിന് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ കൊടുക്കാനുണ്ടോ ഗൂഗിളിന്? മെസ്സേജ് എന്ന് പറയുന്നത് ഇത് തന്നെ,
പഠിത്തത്തിന്റെ കൺസിസ്റ്റൻസി ഫ്ലോ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുക. പിന്നെ സിവിലിയൻസിന്റെ ടീച്ചർമാർ പറയുന്ന ഷോർട്ട് കട്ട്സ്, അവർ പറയുന്ന ഗൈഡൻസ്, അത് എന്താ പറയുന്നത്, വെറും വാക്കായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാതിരിക്കുക. അങ്ങനെ വെറും വാക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ. ഞാൻ എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. ഈ ഗൂഗിൾ സാർ പറഞ്ഞ ഹാർഡ് വർക്ക് അല്ല സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് സ്മാർട്ട് വർക്ക് എന്ന് അപ്പൊ ഗൂഗിൾ സാർ പറഞ്ഞില്ല. പക്ഷെ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓക്കെ ഇതാണ് സ്മാർട്ട് വർക്ക് എന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പൊ ഗൈഡൻസ് ഒരിക്കലും അത് കളയാതിരിക്കുക. പിന്നെ എന്താ പറയുന്നത്, നെഗറ്റിവിറ്റി എപ്പോഴും തള്ളി നീക്കുക. ഒരു ചെവി കൂടെ കേൾക്കുക, മറ്റേ ചെവി കൂടെ കളയുക. അത് നെഗറ്റിവിറ്റി ഒരിക്കലും നമ്മുടെ പഠിത്തത്തിനെ ബാധിക്കാൻ പാടില്ല. എപ്പോഴും ഒരു പോസിറ്റീവ് സറൗണ്ടിങ്ങിൽ തന്നെ ഇരിക്കണം. അത് ഇപ്പം വീടിനകത്ത് പോസിറ്റീവ് സറൗണ്ടിങ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ലൈബ്രറിയിലോ അല്ലെങ്കിൽ ഇപ്പൊ സിവിലിയൻസിന്റെ അവിടെ വന്നിരിക്കാൻ പറ്റുമെങ്കിൽ സ്റ്റഡി റൂമിൽ വന്നിരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ തന്നെ വന്നിരിക്കുക. ഒരിക്കലും ഒരു നെഗറ്റീവ് സറൗണ്ടിങ്ങിൽ വന്ന് നിൽക്കരുത്. പോസിറ്റീവ് ഇപ്പോൾ കമ്പൈൻ സ്റ്റഡി ആണ് നിങ്ങൾക്ക് പറ്റുന്നതെങ്കിൽ ആ പോസിറ്റീവ് സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു കമ്പൈൻ സ്റ്റഡിയിൽ വന്ന് നിരുന്നാലും നിങ്ങളെ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒരിക്കലും ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിർത്താൻ നിൽക്കരുത്. തോറ്റിട്ടില്ല, അത് ജസ്റ്റ് ഒരു ഡിലേ ആയിട്ടേ ഉള്ളൂ എന്നങ്ങ് കൺസിഡർ ചെയ്യുക. അത് മനുഷ്യരെല്ലാവരും ഒരാൾ പോലും തോക്കാതെ കയറിയിട്ടുള്ളവരൊന്നുമില്ല. ഏതെങ്കിലും നിമിഷങ്ങളിൽ മനുഷ്യർ തോക്കും. അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക. ഈ കേരള PSC കിട്ടാതിരിക്കുക എന്നുള്ളൊരു കാര്യമൊന്നുമില്ല, കിട്ടിയിരിക്കും. പ്രോപ്പർ ആയിട്ടുള്ള പഠിത്തവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പഠിത്തവും നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും, അതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. ഈ ഒരു അവസാനം കിട്ടിയതിൽ നിന്ന് മനസ്സിലായത് പ്രോപ്പർ സ്റ്റഡി ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടിയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ വളരെയധികം നന്ദി ഗൂഗിൾ, നമ്മുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന്. നമ്മുടെ ആസ്പിരൻസിന് എന്തായാലും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും ഇത് എന്ന് 100% ഉറപ്പാണ്. തികച്ചും ഹൃദയത്തിൽ നിന്നുകൊണ്ടാണ് ഗൂഗിൾ നമ്മോട് ഇത്രയും നേരം സംസാരിച്ചതും തൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എല്ലാം നമ്മോട് പങ്കുവെച്ചതും. അപ്പോൾ ഒരിക്കൽ കൂടി ഗൂഗിളിന് തുടർന്ന് അങ്ങോട്ടുള്ള പ്രൊഫഷണൽ കരിയറിലെ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.